ഉളിയന്നൂർ തച്ചന്റെ പ്രിയനാമൊരുണ്ണിയല്ലേ കൊട്ടാരക്കരവാഴും ഉണ്ണി മഹാഗണപതി. ഉളിയന്നൂർ തച്ചന്റെ പ്രിയനാമൊരുണ്ണിയല്ലേ കൊട്ടാരക്കരവാഴും ഉണ്ണി മഹാഗണപതി. ഉദയാസ്തമന പൂജ തുടങ്ങുന്ന നേരത്ത് നേദിച്ചു നൽകിടാ ഉണ്ണിയപ്പമായിരം. ഉളിയന്നൂർ തച്ചന്റെ പ്രിയനാമൊരുണ്ണിയല്ലേ കൊട്ടാരക്കരവാഴും ഉണ്ണി മഹാഗണപതി. പ്രണാമം. പ്രണാമം. എന്താ തച്ചാ ഇല്ലത്ത്? ഇവിടുത്തെ തിരുമേനിയെ കണ്ട് ഒരു കാര്യം ഉണർത്തിച്ചിട്ട് ഉടനെ പോകാമെന്ന് കരുതി. തച്ചൻ തിരുമേനിയെ കാണാൻ വന്നതാണ്. തച്ചൻ എന്താണ് ഉണർത്തിക്കാണെന്ന് വെച്ചാൽ ഉണർത്തിച്ചോളൂ. തിരുമേനി, അടിയൊരാഗ്രഹം ഉണർത്തിക്കാനുണ്ട്. ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ പണികളൊക്കെ ഏതാണ്ട് പൂർത്തിയാകാറായി. ഇനിയുള്ളത് പ്രതിഷ്ഠയാണ്. അടിയന്റെ കയ്യിലിരിക്കുന്ന ഈ ഉണ്ണി ഗണപതിയെ ഇവിടുത്തെ ശ്രീകോവിൽ പ്രതിഷ്ഠിക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഉണ്ണിക്കും അങ്ങനെ തന്നെയാണ്. അടിയന്റെ മനസ്സിൽ നിരീക്ഷിച്ചതല്ല, തോന്നിപ്പിച്ചതാവാം. ഇതിവിടെ വന്ന് കണ്ടുണർത്തിക്കാതെ അടിയന്റെ മനസ്സിന് ഒരു സമാധാനവുമില്ല. ശ്രീകോവിലിനുള്ളിൽ എന്ത് പ്രതിഷ്ഠയാ വേണ്ടതെന്ന് മുഖ്യ തിരുമേനിയായ നാമാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ തച്ചനല്ല. തച്ചൻ ക്ഷേത്രത്തിന്റെ തച്ച് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അതാണ് വിധി. അത് തെറ്റിക്കാൻ നോമിനും രാജകുടുംബത്തിനും താല്പര്യമില്ലെന്ന് കൂട്ടിക്കോളൂ. തിരുമേനി പറഞ്ഞതാണ് അതിന്റെ ശരി. തിരുമേനി പറഞ്ഞത് കേട്ടില്ലേ? എന്നാ തച്ചന് പോകാം. കൊത്തി ഉറത്തിക്കേറി കൊത്താൻ വന്നിരിക്കണു. ദൃഷ്ടിദോഷമകറ്റിടാൻ ദൃഷ്ടിഗണപതിയായി വിഘ്നങ്ങൾ അകറ്റിടാൻ വിഘ്നവിനായകനായി. ദൃഷ്ടിദോഷമകറ്റിടാൻ ദൃഷ്ടിഗണപതിയായി വിഘ്നങ്ങൾ അകറ്റിടാൻ വിഘ്നവിനായകനായി. സിദ്ധികൾ ഉണർത്തിടാൻ സിദ്ധി വിനായകനായി. വിഷമിക്കേണ്ട, വേഗം തന്നെ മണികണ്ഠേശ്വരത്തേക്ക് പൊക്കോളൂ. ഫലപ്രാപ്തിയുണ്ടാവും. ആനന്ദ ഗണപതിയെ വരമരുളിയിടുക നീ ഉണ്ണി മഹാഗണപതിയെ. ഉളിയന്നൂർ തച്ചന്റെ പ്രിയനാമൊരുണ്ണിയല്ലേ കൊട്ടാരക്കരവാഴും ഉണ്ണി മഹാഗണപതി. പ്രണാമം. 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 എന്താ തച്ച, പടിഞ്ഞാറക്കരയിലെ ക്ഷേത്ര നിർമ്മിതിയും വാസ്തുശില്പ വിദ്യയൊക്കെ പൂർണ്ണമായോ? ഉവ്വ്. തച്ചന്റെ അത്ഭുത വിദ്യകൾ ലോകം മുഴുവൻ കേൾവി കേട്ടിരിക്കണു. നേരിൽ കാണാൻ കഴിഞ്ഞത് മഹാഭാഗ്യം. അങ്ങനെയൊന്നും അടിയനോട് പറയരുത്. വേദവും ശാസ്ത്രവും ഗണിതവും പിന്നെ അടിയന്റെ പരിമിതമായ അറിവുകളും മറ്റും കൂട്ടിച്ചേർത്ത് മുറ തെറ്റാതെ നിഷ്ഠയോടെ ചെയ്യുമ്പോൾ അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. പിന്നെ ഈശ്വരാനുഗ്രഹവും. അല്ലാതെ ഇതൊന്നും അടിയന്റെ അത്ഭുതസിദ്ധിയല്ല. അത് തച്ചന്റെ വിനയം. പക്ഷേ ഇത് ദേശക്കാർക്ക് അത്ഭുത വിദ്യകൾ തന്നെയാണ്. എന്താ തച്ചനൊരു പരിഭ്രമം പോലെ? ഏയ്, ഒന്നുമില്ല. വിരോധമില്ലാച്ചാ. ഇവിടുത്തെ തിരുമേനിയെ കണ്ട് ഒരു കാര്യം ഉണർത്തിക്കാനുണ്ട്. അതിനെന്താ വിഷമം?
ഇപ്പൊ വിളിക്കാമല്ലോ. തിരുമേനിയെ മുഖം കാണിക്കാൻ വേണ്ടിയാണ് തച്ചൻ എത്തിയിരിക്കുന്നത്. പ്രണാമം. പ്രണാമം. തച്ചൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് നേരിൽ കാണാൻ നോം നിരീക്ഷിച്ചിരുന്നു. ഇപ്പോ ഭഗവാൻ തന്നെ മുന്നിൽ എത്തിച്ചിരിക്കുന്നു. ഭാഗ്യം. തിരുമേനി, അടിയനൊരു സങ്കടം ഉണർത്തിക്കാനുണ്ട്, ആഗ്രഹവും. എന്റെ കയ്യിലിരിക്കുന്ന ഈ ഉണ്ണിഗണപതിയെ ഇവിടുത്തെ ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷ്ഠിക്കുവാനുള്ള അനുവാദമുണ്ടാകണം. ഈ പുണ്യഭൂമിയിലാകെ തച്ചുശാസ്ത്ര വിദ്യകളുമായി അലഞ്ഞു നടക്കുന്ന അടിയനെ പോലുള്ള ദേശാടകന് ഉണ്ണിയെ കൂടെ കൊണ്ടുപോകാൻ നിവൃത്തിയില്ല എന്നുള്ളതാണ് സങ്കടം. അവിടുന്ന് ഒരു സ്ഥാനം കൽപ്പിച്ച് ഉണ്ണിക്ക് നൽകണമെന്നാണ് അടിയന്റെ ആഗ്രഹം. സർവഭൂതങ്ങൾക്കും നാഥനായ സാക്ഷാൽ ഉണ്ണി ഗണപതിക്ക് ഇരിക്കാൻ ഒരു ഇരിപ്പിടത്തിന് വേണ്ടി തച്ചൻ യാചിക്കുക അരുത്. ഉണ്ണിക്ക് എവിടെയാ സ്ഥാനമെന്ന് വെച്ചാൽ തച്ചൻ തന്നെ തീരുമാനിച്ച് അവിടെ പ്രതിഷ്ഠിച്ചോളൂ. അടിയന്റെ ഭാഗ്യം. വ്യാസൻ ചൊല്ലിയ ജയസംഹിതയെല്ലാം അണമുറിയാതങ്ങ് എഴുതിയ ദേവാ. വ്യാസൻ ചൊല്ലിയ ജയസംഹിതയെല്ലാം അണമുറിയാതങ്ങ് എഴുതിയ ദേവാ. അമ്മയ്ക്കു കാവലായി നിൽക്കും മകനായി, കന്നിമൂല ഗണപതിയായി, മദഗജമുഖനായി, ശ്രീമദ് ഗണപതിയേ, സംഹാര ഗണപതിയെ വരമരുളിയിടുക നീ ഉണ്ണി മഹാഗണപതിയെ. ഇവിടെ മകൻ അച്ഛനേക്കാൾ പ്രശസ്തനാകും. ഉളിയന്നൂർ തച്ചന്റെ പ്രിയനാമൊരുണ്ണിയല്ലേ, കൊട്ടാരക്കരവാഴും ഉണ്ണി മഹാഗണപതി. ഉദയാസ്തമന പൂജ തുടങ്ങുന്ന നേരത്ത് നേദിച്ചു നൽകിടാം ഉണ്ണിയപ്പമായിരം. ഉളിയന്നൂർ തച്ചന്റെ പ്രിയനാമൊരുണ്ണിയല്ലേ, കൊട്ടാരക്കരവാഴും ഉണ്ണി മഹാഗണപതി.